അതിൽ തീരണം മാണിക്കോത്ത ഇളമുറ തമ്പുരാൻ. ഇവിടെ നിന്നുകൊണ്ട് ഇനി എനിക്കതിന് കഴിയും തോന്നില്ല. ഞാൻ ഇനി ഇവിടെ നിന്നാ എന്നെ ശിവൻ കൊന്നുകളയും. അത്രയേറെ പക അവനിപ്പോ എന്നോടുണ്ട്. എന്റെ വീട്ടിൽ കിടന്ന് നീ കാണിച്ചതെല്ലാം TV കണ്ടിട്ട് ഞാൻ വരിക. ആണുങ്ങളെ ജയിലിൽ കയറ്റാൻ നടക്കുന്ന പെണ്ണുങ്ങളൊന്നും എന്റെ വീട്ടിൽ താമസിക്കണ്ട. പെണ്ണുങ്ങൾക്ക് ബുദ്ധി വേണം, പക്ഷെ നിനക്കുള്ളതേ കുബുദ്ധിയാ. നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കൂടി? ദേ ഇപ്പൊ ഇറങ്ങിക്കണോ എന്റെ വീട്ടിൽ നിന്ന്. എടുക്കാനുള്ളതെല്ലാം എടുത്തോണ്ട് ഇറങ്ങണിങ്ങോട്ട്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ഇവിടുന്ന് ഇറങ്ങി എവിടെ പോവാനാ? നിനക്ക് പോവാൻ ഒരു സ്ഥലം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഈ സ്വഭാവം വെച്ച് ആര് കൂടെ നിർത്താനാ? ആ പാവം പിടിച്ച ശിവൻ അവൻ അറിഞ്ഞില്ലല്ലോ. പേ പിടിച്ചൊരു നായയാണ് അവൻ കൂടെ കൂട്ടിയതെന്ന്. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കേണ്ട നീയാടി, ഞാനല്ല. പുറത്തേക്ക് ഇറങ്ങിയ നിന്റെ ഈ തിരുമോന്ത ജനം തിരിച്ചറിഞ്ഞ പിന്നെ നിന്റെ വിധി ജനം തീരുമാനിച്ചോളൂ. അതുകൊണ്ട് കുഞ്ഞുകുട്ടി പ്രാരാബ്ദമുള്ളവനാ. നാട്ടുകാരറിഞ്ഞും കേട്ടും വരുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണം. ഞാൻ ഇറങ്ങാം, പക്ഷെ എന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ വരട്ടെ, എന്നിട്ട് ഞാൻ പോവാം. താലി കെട്ടിയവൻ എന്നിട്ടാണോടി അവനെ നീ കൊല്ലാക്കൊല ചെയ്യാനായിട്ട് പോലീസുകാരുടെ മുന്നിൽ ഇട്ടുകൊടുത്തത്? ദേ, ശിവന്റെ പേര് പോലും നിന്റെ നാവിന്ന് വന്നു പോരുത്, കേട്ടല്ലോ? ശിവൻ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ എന്റെ ഈ വീട്ടിൽ നീ ഉണ്ടാവരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. അച്ഛാ, അച്ഛാ ഒന്ന് നിക്ക്, പറയുന്ന കേക്ക്. അച്ഛാ ഒന്ന് നിന്നേ. ഞങ്ങളിത് എന്തു പറഞ്ഞിട്ടാ അച്ഛൻ ഞങ്ങളോട് ദേഷ്യപ്പെട്ടു പോകുന്നേ? അമ്മ എവിടെ കൊണ്ടുപോയിന്ന് തിരക്കിയതിനാണോ? അച്ഛൻ എന്റെ അവസ്ഥ അറിയാവുന്നതല്ലേ. പിന്നെ ഈ സമയത്ത് എന്റെ അടുത്ത് വേണ്ടത് എന്റെ അമ്മയാ. അമ്മ ഇവിടെ ഇല്ല. 100 പേര് എന്റെ ഒപ്പം ഉണ്ടായാലും സ്വന്തം അമ്മ ചെയ്യുന്നത് പോലെ ആവില്ലല്ലോ. അമ്മ എവിടെയാണെന്ന് അറിയില്ല, സമ്മതിച്ചു. പക്ഷെ ഈ സമയത്ത് അച്ഛനും കൂടെ ഇവിടെ നിന്ന് മാറി നിന്നാലോ? ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. എനിക്കിപ്പോൾ ഇവിടെ ആരുമില്ലല്ലോ. ഉണ്ടായിരുന്നവരാണെങ്കിൽ വലിയൊരു ചോദ്യചിഹ്നമായി എൻ്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുക. അച്ഛാ, ആ സ്ഥിതിക്ക് ഞാനിവിടെ തുടരുന്നതിൽ അർത്ഥമില്ലാന്ന് തോന്നി. മാത്രമല്ല, ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നന്നായി ആലോചിച്ചെടുത്ത തീരുമാനം. ഇനിയൊരു തിരിച്ചുവരവ് ഇങ്ങോട്ടില്ല. അച്ഛാ. അല്ല ഗോപാലേട്ടാ, ശാരിക ഈ സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ഗോപാലേട്ടനെ ഇത് എങ്ങോട്ടാ? ശാരദ അമ്മ ഇവിടെ ഇല്ല. മക്കൾക്കാർക്ക് നമ്മളെ ഇപ്പോൾ അങ്ങോട്ട് ബോധിക്കുന്നില്ല. അതുകൊണ്ട് സ്വയം ഒഴിഞ്ഞു മാറി കൊടുക്കുന്നതല്ലേ നല്ലത്. ശാന്തേച്ചി, അച്ഛൻ ഇതൊക്കെ മനസ്സിലിട്ടുണ്ടാക്കി പറയുന്നതാ. ഞങ്ങളാരും ഇവിടെ അച്ഛനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അമ്മയെ തിരക്കി. അച്ഛൻ അമ്മയെ എവിടേക്കാ കൊണ്ടുപോയെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? അതിപ്പോ ഇത്രയും വലിയ കുറ്റമാണോ? ഗോപാലേട്ടാ, ശാരദാമ്മ ഇവിടെ ഇല്ലല്ലോ. ഇവര് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. ലോക വിവരം കൂടുതലുള്ള ഗോപാലേട്ടൻ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ പരിഭവിച്ചാൽ എങ്ങനെയാ? വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത പിള്ളേരാണെന്ന് കരുതി അങ്ങ് ക്ഷമിക്കേ. എന്ത് വിവരം? വിവരവും വിദ്യാഭ്യാസവും കൂടുതലുള്ള കളക്ടർ മോള് പറഞ്ഞത് ഞാൻ കേട്ടതാ. അപ്പോ അതെന്താ വിദ്യാഭ്യാസത്തിന്റെ കുറവാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, ആണോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇവരുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാൻ പ്രാപ്തരായി കഴിഞ്ഞു. അപ്പൊ പിന്നെ നമ്മളെന്താ വേണ്ടേ? സ്വതന്ത്രമായിട്ട് അവരെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക. അത് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എല്ലാ ചട്ടക്കൂടിൽ നിന്നും അകറ്റി നിർത്തി ഇവർ സ്വതന്ത്രമായി ജീവിക്കട്ടെ. എനിക്ക് എൻ്റെ വഴി, അവർക്ക് അവരുടെ വഴി. അച്ഛാ, അങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഗോപാലേട്ടന് പോകാൻ പറ്റും തോന്നുന്നുണ്ടോ? എന്താ പോയാല്? എന്നെ മനസ്സിലാക്കാൻ എൻ്റെ മക്കൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിന്നിട്ട് എന്തിനാ? അച്ഛാ, എന്തിനാ അച്ഛൻ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അച്ഛനും കൂടി പോയ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? ഞാൻ പോയാലെന്താ? നിങ്ങളെല്ലാവരെയും രക്ഷിക്കാൻ പോകുന്ന ഒരാളുണ്ടല്ലോ അങ്ങ് കളക്ടറേറ്റിൽ. അവള് നോക്കിക്കോളൂ.
എന്നോടേ അവൾക്ക് ശത്രുതയുള്ളൂ. ഞാനില്ലെങ്കിലേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവൾ നല്ല ഭംഗിയായി നോക്കിക്കോളും. എന്നാൽ പിന്നെ ഇനിയൊരു യാത്ര പറച്ചിലില്ല. ഇവിടേക്കൊരു തിരിച്ചുവരവും ഉണ്ടാവില്ല. പോവുക. അച്ഛാ 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 നിക്കച്ചാ അച്ഛാ. അയ്യോ അമ്മേ. അയ്യോ ശാരിക, അയ്യോ വലിയ എനിക്ക് വയ്യ. വാ, അവിടെ ഇരിക്കാം. വാ. അച്ഛാ 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 വല്യച്ഛക്ക് കുഴപ്പമായി എന്നാ തോന്നുന്നേ. മോളെ വല്യച്ചി മോളെ എനിക്ക് വയ്യച്ച, ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ മോളെ. ഇപ്പൊ തന്നെ കൊണ്ടുപോവാ. ഞാനേ ഏതെങ്കിലും ഒരു വണ്ടി കിട്ടുമോ നോക്കട്ടെ. ശ്യാമേ, എടുക്കാനുള്ളതൊക്കെ എടുത്ത് നീ റെഡിയായി നിന്നോ. ഇത് സമയമായി എന്നാ തോന്നുന്നത്. ഞാൻ പോയി ഓട്ടോ വിളിച്ചു വരാം. വല്യച്ചി എനിക്ക് തീരെ വയ്യ മോളെ, കൊളുത്തി പിടിക്കുന്നത് പോലെ. ചേച്ചി അച്ഛനിപ്പോ ഓട്ടോ വിളിച്ചോണ്ട് വരും, ഒന്ന് സഹിക്കേ. പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളി. ചെറുതായിട്ടല്ല, മൊത്തത്തിൽ തന്നെ പാളി. കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ആക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ചാൻസ് ആയിരുന്നു. ജാമ്യമില്ലാ കുറ്റം ചുമത്തി അവനെ അകത്ത് കിടത്താൻ കിട്ടിയ ഗോൾഡൻ ചാൻസ്. അത് വിട്, പോയത് പോയി. നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ നിന്നുകൊണ്ട് പുതിയ തന്ത്രങ്ങൾ മെനയണം. അവസരം കിട്ടുമ്പോ ഇതുപോലെ മർമ്മം നോക്കിയൊരു പണിയങ്ങ് പണിയണം. അതിൽ തീരണം മാണിക്കോത്ത ഇളമുറ തമ്പുരാൻ. ഇവിടെ നിന്നുകൊണ്ട് ഇനി എനിക്കതിന് കഴിയും തോന്നില്ല. ഞാൻ ഇനി ഇവിടെ നിന്നാ എന്നെ ശിവൻ കൊന്നുകളയും. അത്രയേറെ പക അവനിപ്പോ എന്നോടുണ്ട്. അതൊക്കെ സ്വാഭാവികമല്ലേ. കൂടിയതിനും വിഷമുള്ള പാമ്പുകളെ കൊല്ലാൻ പോകുമ്പോ ചില ഇരുത്തുള്ള കാരണവന്മാര് പറയും ഒറ്റയടിക്ക് കൊല്ലണമെന്ന്. ആ അടിക്കൻ ചത്തില്ലെങ്കിൽ രണ്ടാമത്തെ അടിയടിക്കാൻ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് അവൻ നമ്മളെ പണിതിരിക്കും. ഇതിപ്പോ മുറിവേറ്റ പാമ്പിനെ പോലാ ശിവന്റെ അവസ്ഥ. കൊല്ലാനായി അടിക്കുകയും ചെയ്തു, ആളൊട്ട് ചത്തതുമില്ല. തീർച്ചയായും അവനൊരു പണി നിനക്കും തരും. എന്നാ പിന്നെ ഇനി ഇവിടെ ഇരുന്നുള്ള സംസാരമൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നേ? ശിവൻ വരുമെന്ന് ഓർത്തിട്ടാണോ? വരുന്നെങ്കിൽ വരട്ടെ. ഒന്ന് മുട്ടാനായിട്ട് ഞാനൊരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കൈയും കാലും ഒക്കെ നനക്കിട്ട് കുറച്ച് നാളായി.